Hello learners, iPlus Training Solutions ന്റെ UGC Net Management June 2025 Questions Discussion സീരീസിലോട്ട് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സീരീസിന്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ നോക്കുന്നത്. ആദ്യത്തെ 10 ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കി. ഇന്ന് അടുത്ത 10 ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. സോ വിതൗട്ട് എനി ഫർദർ ഡിലേ നമുക്ക് ക്ലാസ് എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. So, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ മെത്തേഡ്സ് ഓഫ് ഡിസ്പേഴ്സൺ? ഡിസ്പേഴ്സൺ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള മെത്തേഡ്സ് താഴെ പറയുന്നതിൽ ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. ആൻഡ് ദ ഓപ്ഷൻസ് ആർ മീഡിയൻ, മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് റേഞ്ച്. ഇത് ക്വാണ്ടിറ്റേറ്റീവ് ക്വസ്റ്റ്യനോ ഒന്നുമല്ല, തിയറി ആസ്പെക്ട് അങ്ങനെ തന്നെ എടുത്ത് ചോദിച്ചിരിക്കുകയാണ്. കമ്പാരിറ്റീവ്ലി ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് മെത്തേഡ്സ് ഓഫ് ഡിസ്പേഴ്സണിനകത്ത് വരുന്നത്? നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാനായിട്ട് പറ്റും. മീഡിയനും മീനും അല്ലെങ്കിൽ മീനും മീഡിയനും, മീൻ, മീഡിയൻ, മോഡ്, ആ മൂന്ന് കാര്യങ്ങൾ നമ്മൾ എന്തിനാണ് പൊതുവെ യൂസ് ചെയ്യുന്നത്? നമ്മുടെ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് അല്ലേ? അപ്പൊ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഡിസ്പേഴ്സൺ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും അത് രണ്ടും വരാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ അത് വരില്ല. അപ്പൊ ഏതൊക്കെയായിരിക്കും ഡിസ്പേഴ്സൺ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്? മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് റേഞ്ച്. അത് മൂന്നുമാണ് മെത്തേഡ്സ് ഓഫ് ഡിസ്പേഴ്സൺ ആയിട്ട് വരുന്നത്. സോ ഹിയർ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 4, C, D and E. ഇനി dispersion in statistics is a way to describe how spread out or scattered the data is around an average value. ഒരു ആവറേജ് വാല്യൂവിന് ചുറ്റും അല്ലെങ്കിൽ ഒരു ആവറേജ് വാല്യൂവിൽ നിന്ന് എത്രത്തോളം മാറിയാണ് മറ്റുള്ള വാല്യൂസ് ഓർ ഡേറ്റ സ്കാറ്റർ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ സ്പ്രെഡ് ചെയ്തിരിക്കുന്നത് എന്ന് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ മെത്തേഡ്സ് ഓഫ് ഡിസ്പേഴ്സൺ അല്ലെങ്കിൽ ഡിസ്പേഴ്സൺ എന്നൊരു ടേം അല്ലെങ്കിൽ ടൂൾസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. It helps to understand if the data points are close together or far apart. നമ്മളിപ്പോൾ ഒരു മീൻ കണ്ടുപിടിക്കുന്നു. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു 10 വാല്യൂസ് ആണുള്ളത്, അല്ലെങ്കിൽ 10 വാല്യൂ ഉള്ള ഒരു ഡേറ്റ സെറ്റ് ആണുള്ളത്. അതിന്റെ മീൻ നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ആ മീനിൽ നിന്ന് എത്രത്തോളം മാറിയാണ് മറ്റുള്ള വാല്യൂ ഇരിക്കുന്നത്. ഇല്ലെങ്കിൽ മീഡിയൻ ആണ് എടുക്കുന്നുണ്ടെങ്കിൽ സെൻട്രൽ വാല്യൂ ആണല്ലോ നമ്മൾ എടുക്കുന്നത്, മീഡിയൻ ആകുന്നത്. അപ്പോൾ സെൻട്രൽ വാല്യൂവിൽ നിന്ന് എത്രത്തോളം ദൂരെയാണ് മറ്റുള്ള വാല്യൂസ് നിൽക്കുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ ഒരു ഡിസ്പേഴ്സൺ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഷോസ് ദ വാരിയബിലിറ്റി ഓർ കൺസിസ്റ്റൻസി ഇൻ എ സെറ്റ് ഓഫ് ഡേറ്റ. ഒരു സെറ്റ് ഓഫ് ഡേറ്റ നമ്മൾ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നോക്കുന്ന സമയത്ത് അത് എത്രത്തോളം കൺസിസ്റ്റന്റ് ആണ് അല്ലെങ്കിൽ വാരിയബിലിറ്റി അതിനുണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡിസ്പേഴ്സൺ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി മീഡിയൻ ആൻഡ് മീൻ ആർ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, നോട്ട് ഡിസ്പേഴ്സൺ. നമ്മൾ പറഞ്ഞു ആ ഒരു സെൻട്രൽ ടെൻഡൻസി അല്ലെങ്കിൽ എത്രത്തോളം സെൻറ്ററിലാണ് ഡേറ്റ എന്നുള്ളത് കണ്ടുപിടിക്കാനാണ് നമ്മൾ മീനും മീഡിയനും യൂസ് ചെയ്യുന്നത്, അല്ലാതെ ഡിസ്പേഴ്സൺ കണ്ടുപിടിക്കാനായിട്ടല്ല. അപ്പോൾ ഈ സെൻറ്ററിൽ വരുന്ന വാല്യൂവിൽ നിന്ന് എത്രത്തോളം മാറിയാണ് എന്നുള്ളതാണ് ഡിസ്പേഴ്സൺ കാണിക്കുന്നത്. അപ്പോൾ ദേ ആർ ടു മെഷേഴ്സ് ഓഫ് ഡിസ്പേഴ്സൺ. അപ്പോൾ ഡിസ്പേഴ്സൺ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം ആ സെൻറ്ററിൽ വരുന്ന വാല്യൂ കണ്ടുപിടിക്കുന്നു, അതിൽ നിന്ന് എത്രത്തോളം മാറിയാണ് മറ്റുള്ള ഡേറ്റ വരുന്നത് എന്നുള്ളതാണ് ഈ ഒരു ഡിസ്പേഴ്സൺ കാണിക്കുന്നത്. ഓക്കെ, അപ്പം മീനും മീഡിയനും മോഡും നമ്മൾ ആവറേജ് കണ്ടുപിടിക്കാനാണ് യൂസ് ചെയ്യുന്നത്. ഈ പറഞ്ഞ റേഞ്ച്, മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ക്വാർട്ടൈൽ ഡീവിയേഷൻ ഒക്കെ യൂസ് ചെയ്യുന്നത് ഡിസ്പേഴ്സൺ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുമാണ്. ഓക്കെ, സോ മെഷേഴ്സ് ഓഫ് ഡിസ്പേഴ്സൺ നമുക്ക് രണ്ടായിട്ട് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ രണ്ട് തരത്തിലാണുള്ളത്. അബ്സല്യൂട്ട് മെഷേഴ്സ് ആൻഡ് റിലേറ്റീവ് മെഷേഴ്സ്. അബ്സല്യൂട്ട് മെഷേഴ്സ് ഏതൊക്കെയാണ്? റേഞ്ച്, വേരിയൻസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ ആൻഡ് ക്വാർട്ടൈൽ ഡീവിയേഷൻ. ഇനി റിലേറ്റീവ് മെഷേഴ്സ് ആണെന്നുണ്ടെങ്കിൽ coefficient of range, coefficient of variance, coefficient of mean deviation and coefficient of quartile deviation. അപ്പോൾ absolute measures ഉണ്ട്, relative measures ഉണ്ട്. absolute measures ഏതൊക്കെയാണെന്നുള്ളതും relative measures ഏതൊക്കെയാണെന്നുള്ളതും നോക്കി വെച്ചിരിക്കുക. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടായിരിക്കും, നിങ്ങളൊരു കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ എക്കണോമിക്സ് ബാക്ക്ഗ്രൗണ്ടോ ബികോം ബാക്ക്ഗ്രൗണ്ടോ ഒക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മളിത് ആദ്യം എക്കണോമിക്സിന്റെ ഒരു സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ ഇത്. അപ്പം ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളോട് വലിയ ഇൻഡെപ്ത് ആയിട്ടുള്ള ഒന്നും ചോദിച്ചിട്ടുമില്ല. ഭയങ്കര സിമ്പിൾ ആയിട്ട് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇനി നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ ഇതും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു മാർഗ്ഗം എന്താ? നമ്മൾ ഇത് പഠിച്ചു പോകുമ്പോൾ ആദ്യം എന്തൊക്കെയാണ് പഠിക്കുന്നത്? മീൻ, മീഡിയൻ, മോഡ് അല്ലേ? അത് മൂന്നും കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും റേഞ്ചും ഒക്കെ പഠിക്കുന്നത്. അങ്ങനെയും ഓർത്ത് വെക്കുക. ആദ്യം ആവറേജ് കണ്ടുപിടിക്കുന്നു, അതിൽ നിന്നല്ലേ ആ സെൻട്രൽ വാല്യൂ എത്രത്തോളം ഡിസ്പേഴ്സ്ഡ് ആണ് മറ്റുള്ള വാല്യൂസ് എന്ന് പറയുന്നത്. അങ്ങനെയും നമുക്ക് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാനായിട്ട് പറ്റും. ഓക്കെ, so moving to the next question. Which of the following is not a part of 4 P's of the marketing mix? ഒന്നും പറയാനില്ല ഈ ക്വസ്റ്റ്യനെ പറ്റിയിട്ട്. മാർക്കറ്റിംഗ് മിക്സിലെ 4 P'സിന്റെ പാർട്ട് അല്ലാത്തത് ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ നോക്കിയതുപോലെ തന്നെ എഗെയിൻ ഇവിടെ ഒരു നോട്ട് എന്നുള്ളൊരു വേർഡ് കിടപ്പുണ്ട്. നമ്മൾ കുറച്ചധികം ശ്രദ്ധയോടെ വായിക്കേണ്ടതും ആ ഒരു വേർഡാണ്. 4 P's ഓഫ് മാർക്കറ്റിംഗ് മിക്സിനകത്ത് വരാത്തത് ഏതാണെന്നുള്ളതാണ്. ആൻഡ് ദ ഓപ്ഷൻസ് ആർ പ്രോഡക്റ്റ്, പ്രൈസ്,
പ്ലേസ്, പ്രൊഡ്യൂസർ സർവീസസ്. നമ്മൾ മാർക്കറ്റിംഗ് എന്നൊരു ടേം അല്ലെങ്കിൽ മാർക്കറ്റിംഗ് എന്നൊരു സബ്ജക്ട് എന്തായാലും MBA കഴിഞ്ഞ സ്റ്റുഡൻസ് ആണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ പറ്റിയിട്ട് ഡൗട്ട്സിന്റെ ഒന്നും ആവശ്യം വരത്തില്ല. മാർക്കറ്റിംഗിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഏറ്റവും കോർ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഹിയർ പ്രൊഡ്യൂസർ സർവീസസ് ആണ് അതിനകത്ത് വരാത്തത്. ഇനി ഏതൊക്കെയാണ് 4Ps? പ്രോഡക്റ്റ്, പ്രൈസ്, പ്ലേസ് ആൻഡ് പ്രൊമോഷൻ. പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റിന്റെ അല്ലെങ്കിൽ സർവീസിന്റെ ഫീച്ചേഴ്സ്, അതിന്റെ ക്വാളിറ്റി, ബ്രാൻഡിങ്, പാക്കേജിങ്, കസ്റ്റമർ സർവീസ് ആണ് പ്രോഡക്റ്റിനകത്ത് വരുന്നത്. ഇനി പ്രൈസ് എലമെന്റിനകത്ത് വരുന്നത് പ്രൈസിങ് സ്ട്രാറ്റജി, പ്രൈസിങ്, കോമ്പറ്റീറ്റർ പ്രൈസിങ്, പേയ്മെന്റ് ടേംസ്, എക്കണോമിക് ഫാക്ടേഴ്സ് ഒക്കെ അതിനകത്ത് വരുന്നു. ഇനി പ്ലേസ് ആണെന്നുണ്ടെങ്കിൽ ചാനൽസ്, ലൊക്കേഷൻസ്, ഇൻവെന്ററി, ഡിസ്ട്രിബ്യൂഷൻ, ജിയോഗ്രാഫിക് കവറേജ് വരുന്നു. പ്രൊമോഷൻ ആകുമ്പോൾ അഡ്വർടൈസിങ്, പ്രൊമോഷണൽ ചാനൽസ്, PR, പബ്ലിക് റിലേഷൻസ്, ഡിസ്കൗണ്ട് സ്ട്രാറ്റജി, ഇതൊക്കെയാണ് പ്രൊമോഷൻ ടെക്നിക്സിനകത്ത് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ 4 4Psനകത്ത് വരുന്നത്. സോ ഒബ്വിയസ്ലി 4Psനകത്ത് വരാത്തത് പ്രൊഡ്യൂസർ സർവീസസ് ആണ്. ഇനി ഇതേ ക്വസ്റ്റ്യൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മറ്റൊരു രീതിയിലും നോക്കിക്കാണാം, അല്ലെങ്കിൽ മറ്റൊരു രീതിയിലും നമുക്ക് ചോദിക്കാം 4Psനകത്ത് വരുന്നത് ഏതൊക്കെയാണ്, അത് ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇതേ സെയിം ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കാം. അങ്ങനെ വേണമെന്നുണ്ടെങ്കിലും വേറെ രീതിയിലും ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഓരോന്നിനകത്തും എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടെ ലോജിക് അപ്ലൈ ചെയ്തിട്ട് തന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following are characteristics of a normal probability distribution? ഇനി നമ്മൾ ഈ ക്വസ്റ്റ്യനിലോട്ട് പോകുന്നതിന് മുന്നേ ഒരു കാര്യം, നമ്മൾ 2 പാർട്ട് നോക്കി കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എത്രത്തോളം ചോദിക്കുന്നുണ്ടെന്നുള്ളത്. നമുക്ക് ഡയറക്റ്റ് MCQsനെക്കാളും കൂടുതൽ നമുക്ക് തെറ്റിപ്പോവാൻ സാധ്യതയുള്ളത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ചെയ്യാൻ ചോദിക്കുന്നത്, അതേപോലെ ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ ചോദിക്കുന്നത്. അപ്പം MCQ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് കണ്ടുപിടിച്ചാൽ മതി അല്ലേ. ഇതാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചധികം സമയവും സ്പെൻഡ് ചെയ്യണം, കുറച്ച് എഫേർട്ട് ഇടുകയും വേണം. അപ്പം കുറച്ചധികം ശ്രദ്ധിച്ച് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. ഇനി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആദ്യമൊക്കെ കാണുമ്പോൾ കുറേ സമയം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യനുമായിട്ട് നമുക്ക് പെട്ടെന്ന് നമുക്ക് ആൻസറിലോട്ട് എത്തിച്ചേരണം എന്നുണ്ടെങ്കിലുള്ള ഏറ്റവും വലിയൊരു കാര്യം അല്ലെങ്കിൽ ഒരു ടിപ്പ് എന്ന് വെച്ചാൽ ബി ഫെമിലിയറൈസ് വിത്ത് സച്ച് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. NTA എക്സാം ഹാളിൽ പോയിരുന്നിട്ട് ആ കമ്പ്യൂട്ടറിനകത്ത് ഇതൊക്കെ കാണുമ്പോൾ ഉറപ്പായിട്ടും നമുക്കത് നമ്മുടെ മൈൻഡിൽ വരണം എന്നുള്ളതില്ല. അപ്പോൾ ഇത് ഈസിലി സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുന്നത് കുറച്ചധികം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഒരു നോർമൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഏതൊക്കെയാന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻസ് ഇതൊക്കെയാണ്. The two tails of a normal curve extend to infinity in both directions and never touch horizontal axis. Normal curve is symmetrical around vertical lines. The values of mean, median and mode are equal. Then mean and variance of the distribution are equal. Mean and standard deviation are equal. ഇത്രയാണ് നമ്മുടെ ഓപ്ഷൻസ്. ഇത് ആക്ച്വലി നമുക്ക് കാണുന്ന സമയത്ത് കുറച്ചധികം ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നാം. ഇൻ കേസ് നിങ്ങൾ ഈ ഒരു ഏരിയ ആയിട്ട് ഫെമിലിയർ അല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫേവറേറ്റ് ഏരിയ അല്ല ഇതെന്നുണ്ടെങ്കിൽ നമുക്ക് ഒബിയസ്ലി ഇതൊരു ടഫ് ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നാം. എന്നാൽ ഇത് അത്രത്തോളം ടഫ്നെസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ അല്ല. ആക്ച്വലി നമ്മൾ അതിനെ കുറച്ചും കൂടെ ആ ഒരു ക്വസ്റ്റ്യനെ ഒന്നും കൂടെ വായിച്ച് ഫെമിലിയർ ആവുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, നോർമൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും നോർമൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആകുമ്പോൾ അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? The values of mean, median and mode are equal. അപ്പോൾ നോർമൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആകുമ്പോഴത്തേക്കും അതിന്റെ കർവ് ഒരു സിമെട്രിക്കൽ രീതിയിലാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ മീൻ, മീഡിയൻ, മോഡ് ഏത് വാല്യൂ എടുത്താലും അത് ഈക്വൽ ആയിരിക്കും, ഒരേ പോയിന്റിൽ തന്നെ ആയിരിക്കും വരുന്നത്. അപ്പോൾ C ഉറപ്പായിട്ടും വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ C നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് ഓപ്ഷൻ 1ഉം 3ഉം സിംപ്ലി എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ കയ്യിലുള്ളത് ഓപ്ഷൻ 2ഉം 4ഉം ആണ്. അപ്പം 2ലും 4ലും പറയുന്നത് അഗെയിൻ അതിൽ റിപ്പീറ്റഡ് ആയിട്ട് ഒന്നും വരുന്നില്ല. ഡിയും ഇയും അല്ലെങ്കിൽ എയും ബിയും ആണ്. അപ്പോൾ അത് കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നിങ്ങൾ ഒന്നും കൂടെ നോക്കിക്കേ, മീൻ ആൻഡ് വേരിയൻസ് ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ ആർ ഈക്വൽ. അങ്ങനെ വരാൻ സാധ്യതയുണ്ടോ? ഒരു സാധ്യതയില്ല അല്ലെ. മീനും വാരിയൻസും ഈക്വൽ ആയിട്ട് വരത്തില്ല. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നോക്കിയതുപോലെ തന്നെ, ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നോക്കിയ പോലെ തന്നെ മീനിൽ നിന്നുള്ള ഡിഫറൻസ് എത്രത്തോളം ഉണ്ടെന്ന് അറിയാനാണ് ഈ ഒരു വേരിയൻസും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ഒക്കെ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നോർമൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനെ സംബന്ധിച്ച് ഈ ഒരു മീൻ വാരിയൻസും ആയിട്ടോ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ആയിട്ടോ ഈക്വൽ ആയിട്ട് വരത്തില്ല. അപ്പൊ ഡിയും ഇയും വരില്ല. സോ നമ്മുടെ ആൻസർ ഉറപ്പായിട്ടും ഓപ്ഷൻ 1 ആയിരിക്കും. 1 അല്ല, സോറി, ഓപ്ഷൻ 4 ആണ് വരുന്നത്. ABC, C വരുമെന്നാണല്ലോ നമ്മൾ പറഞ്ഞത്. ABC ആണ് വരുന്നത്. അപ്പം ഏതാണ്? The two tails of normal curve extend to infinity in both directions and never touch horizontal axis. അതെന്തുകൊണ്ടാണ് വരാത്തതെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അത് വരാത്തതെന്ന്
പറയുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം അല്ലെങ്കിൽ ആ ഒരു കർവ് എന്ന് വെച്ചാൽ അസിംപ്റ്റോട്ടിക് ആണ്. അസിംപ്റ്റോട്ടിക് എന്ന് വെച്ചാൽ എന്താണ്? അതിന്റെ ടെയില് എക്സ് ആക്സിസ് വരെ വരാം, എക്സ് ആക്സിന്റെ അടുത്ത് വരെ വരാം, പക്ഷെ അതൊരിക്കലും ആക്സിസിനെ ടച്ച് ചെയ്യുന്നില്ല. ആ ഒരു സിറ്റുവേഷനാണ് നമ്മൾ അസിംപ്റ്റോട്ടിക് എന്ന് പറയുന്നത്. അത് വേറെ സ്ഥലത്ത് നമ്മൾ ഇതേ കാര്യം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പേപ്പർ 1ലും ഇത് നമ്മൾ ഹൈപ്പോത്തിസിന്റെ കാര്യത്തിലൊക്കെ നമ്മൾ ഇത് നോക്കുന്നുണ്ട്. ഹൈപ്പോത്തിസിസ് അല്ല, റിസർച്ചിൽ ആ ഒരു റിലേറ്റ് ചെയ്തിട്ട് ഈ ഒരു ടേം നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു കർവ് എന്ന് വെച്ചാൽ അസിംപ്റ്റോട്ടിക് ആണ്, അതൊരിക്കലും എക്സ് ആക്സിസിനെ ടച്ച് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ ഇൻ എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ദ കർവ് ഈസ് അസിംപ്റ്റോട്ടിക്, ദ ടെയിൽസ് അപ്രോച്ച് ദ എക്സ് ആക്സിസ് ബട്ട് നെവർ ടച്ച് ഇറ്റ് എക്സ്റ്റെൻഡ് ടു ഇൻഫൈനൈറ്റ്. അപ്പൊ എക്സ് ആക്സിസിനെ ഇത് ടച്ച് ചെയ്യുന്നില്ല, അപ്പൊ അത് ഇൻഫൈനൈറ്റ് ആയിട്ട് പോകുന്നുണ്ട്. ഇനി എന്താണ് നോർമൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ മറ്റൊരു പേരാണ് ഗൗസിയൻ ഡിസ്ട്രിബ്യൂഷൻ. ഇറ്റ് ഈസ് എ സിമെട്രിക്കൽ വെൽ ഷേപ്ഡ് കർവ് ക്യാരക്ടറൈസ്ഡ് ബൈ സ്പെസിഫിക് പ്രോപ്പർട്ടീസ്. അതിന്റെ മറ്റൊരു പേര് ഇതാണ്. ഇതൊരു വെൽ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു കർവാണ്, സിമെട്രിക്കൽ ആയിട്ടുള്ള ഒരു കർവുമാണ്. ഓക്കെ, ദ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് പെർഫെക്റ്റ്ലി സിമെട്രിക്കൽ അബൌട്ട് ദ മീൻ, ലെഫ്റ്റ് സൈഡ് ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡ്. അതിന്റെ രണ്ട് സൈഡ്സും ഈക്വൽ ആണ്, അതുകൊണ്ടാണ് ആ ഒരു മീനും മീഡിയനും ഒക്കെ ഈക്വൽ ആയിട്ട് വരുന്നത്, സിമെട്രിക്കൽ ആയതുകൊണ്ടും കൂടിയാണ്. ഓക്കെ, then mean and variance of the distribution are equal. ആ ഒരു പോയിന്റ് തെറ്റാണ്. എന്താണ്? it is true only for the Poisson distribution, not normal distribution. ഇത് നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ കാര്യത്തിൽ തെറ്റാണ്, എന്നാൽ Poisson distributionന്റെ കാര്യത്തിൽ ഇത് കറക്റ്റും ആണ്. ഇൻ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ mean and variance are independent parameters. മീനും വാരിയൻസും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള കാര്യമാണ്. അടുത്ത ഓപ്ഷനിലും ഇത് തന്നെയാണ് പറയുന്നത്. mean can be any value and then standard deviation can be any positive value. They are not equal by definition. അത് നോർമൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷന്റെ കാര്യത്തിൽ ഇത് രണ്ടും ഈക്വൽ ആകണം എന്നേ ഒരു നിർബന്ധവും ഇല്ല, ഈക്വൽ ആകത്തില്ല. ഓക്കെ, അതുകൊണ്ട് ഡിയും ഇയും ഫോൾസ് ആണ്. സോ നമുക്ക് കറക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്നത് എ ബി ആൻഡ് സി ആണ്. So for this particular question option 4 is the correct answer. Okay, ഇങ്ങനെ നമുക്ക് നമുക്ക് കാണുമ്പോൾ പാടായിട്ട് തോന്നുന്ന ക്വസ്റ്റ്യൻസിനെ സിംപ്ലിഫൈ ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഈവൻ നമുക്ക് ഇത് അറിയില്ലെങ്കിൽ പോലും നമ്മുടെ ലോജിക് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് എപ്പോഴും പറ്റണമെന്നില്ല, എന്നാൽ മോസ്റ്റ് ഓഫ് ദ കേസസിൽ പറ്റുകയും ചെയ്യും. ഇനി നമ്മുടെ ആ ഒരു NTA എക്സാം സെറ്റപ്പ് എന്ന് വെച്ചാൽ എങ്ങനെയാണ്? നമുക്ക് ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനായിട്ട് ഒരു മിനിറ്റ് ആയിരിക്കും കിട്ടുന്നത്. അപ്പം നമ്മൾ വളരെ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അതേസമയം ആ ഒരു സ്ട്രെസ്ഫുൾ എൻവയോൺമെന്റിലോട്ട് പോകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമുക്ക് പറ്റുന്നത് ആ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള എൻവയോൺമെന്റ് നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ MCQസും നമ്മൾ I+ന്റെ ടെസ്റ്റ് സീരീസ് ഒക്കെ എടുക്കത്തില്ലേ, അപ്പൊ നിങ്ങളെ കറക്റ്റ് ആ ഒരു ടൈം ലിമിറ്റിനുള്ളിൽ തന്നെ ചെയ്ത് തീർക്കാനായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു എക്സാം സമയമാകുമ്പോഴത്തേക്കും നമുക്ക് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഈസിലി സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, so the key features of a normal distribution include symmetry around the mean, where the left and right sides are mirror images. That means equal values for mean, median and mode, and a total area under the curve equal to 1. ഇതാണ് നമ്മൾ പറഞ്ഞത്. The curve extends infinitely in both directions and is defined by its mean and standard deviation. Okay, next question. Real factor demand pull inflation can be caused by, അത് ഇൻഫ്ലക്ഷൻ അല്ല, ഇൻഫ്ലേഷൻ ആണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നെ അത് തെറ്റായിട്ട് തന്നിരുന്ന ഒരു വേർഡാണ് കേട്ടോ. സോ ദ റിയൽ ഫാക്ടർ ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ ക്യാൻ ബി കോസ്ഡ് ബൈ, എന്തൊക്കെയാണ് ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷന് കാരണമാകുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നാണ്. ആൻഡ് ദ ഓപ്ഷൻസ് ആർ ഇൻക്രീസ് ഇൻ ഇൻവെസ്റ്റ്മെന്റ്, ഡിക്രീസ് ഇൻ കൺസ്യൂമർ ഡിമാൻഡ്, decrease in imports given the exports, decrease in exports given the imports, decrease in government expenditure without change in tax revenue. ഇത്രയാണ് നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ്. അപ്പം ഇതും നമുക്ക് എന്താണ് കുറച്ച് കമ്പാരിറ്റീവ്ലി കുറച്ച് ഈസി ക്വസ്റ്റ്യൻ ആണെന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റും. നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ ലോജിക് അപ്ലൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തിയറീസ് ഒന്നും അറിയില്ലെങ്കിൽ പോലും നമുക്ക് ആൻസറിലോട്ട് എത്തിച്ചേരാനായിട്ട് പറ്റും. ഇനി എന്താണ് ഇൻഫ്ലേഷൻ എന്ന് നമുക്കറിയാലോ, നമ്മുടെ പർച്ചേസിങ് പവർ ഓഫ് മണി കുറയുന്നതാണ്, മണി വാല്യൂ കുറയുന്നതാണ്, സിംപ്ലി സേയിങ്. അല്ലെങ്കിൽ നമ്മുടെ ജനറൽ പ്രൈസ് ലെവൽ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ പർച്ചേസിങ് പവർ ഓഫ് മണി കുറയാനുള്ള കാരണം. അപ്പം ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ എന്ന് വെച്ചാൽ എങ്ങനെയാണ്? ഡിമാൻഡ് കൂടുന്നത് കാരണം ഉണ്ടാകുന്ന ഇൻഫ്ലേഷൻ, അതിന് കാരണമാകുന്ന ഫാക്ടേഴ്സ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഇൻക്രീസ് ഇൻ ഇൻവെസ്റ്റ്മെന്റ് കൂടുമ്പോൾ എന്ത് പറ്റും? ഡിമാൻഡ് ഒബിയസ്ലി കൂടുമായിരിക്കും, അതുവഴി ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷന് കാരണമാകുന്നുണ്ട്. സോ ഇൻക്രീസ് ഇൻ ഇൻവെസ്റ്റ്മെന്റ് ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ ഒരു റീസൺ ആണ്. ഓക്കെ, ഇനി ബി എന്താ പറയുന്നത്? ഡിക്രീസ് ഇൻ കൺസ്യൂമർ ഡിമാൻഡ്. നമ്മളോട് ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം കൺസ്യൂമറിന്റെ ഡിമാൻഡ് കുറയുക എന്നൊരു ഫാക്ടറിനെ പറ്റി നമ്മൾ അവിടെ തിങ്ക് ചെയ്യേണ്ട ആവശ്യം പോലും വരുന്നില്ല. സോ ഓപ്ഷൻ ബി എന്തായാലും നമ്മുടെ ആൻസറിൽ വരത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് 1ഉം 2ഉം എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ നമ്മുടെ കയ്യിലുള്ളത് ഓപ്ഷൻ എയും
ഓപ്ഷൻ എ അല്ല, ഓപ്ഷൻ 3യും 4ഉം ആണ്. ഇങ്ങനെയും നമുക്ക് ആൻസറിലോട്ട് എത്താം. നമ്മൾ ഈ ഒരു ഓപ്ഷൻസ് നമ്മൾ നോക്കുന്നു, അതിൽ ഡിക്രീസ് ഇൻ കൺസ്യൂമർ ഡിമാൻഡ് എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ അത് റീസൺ ആകത്തില്ലല്ലോ, അത് നേരെ ഓപ്പോസിറ്റ് അല്ലേ സംഭവിക്കുന്നത്. അപ്പൊ ബി എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞാൽ നിങ്ങൾക്ക് അഗെയിൻ 3യും 4ഉം വരുന്നുണ്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇനി സി എന്താണ് പറയുന്നത്? ഡിക്രീസ് ഇൻ ഇമ്പോർട്ട്സ് ഗിവൺ ദ എക്സ്പോർട്സ്. ഇമ്പോർട്ട്സ് കുറയുന്നു എക്സ്പോർട്സിന്റെ കാരണം. അപ്പം അതും ഈ ഒരു ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷന് കാരണമാകത്തില്ലേ? ഇമ്പോർട്ട്സ് കുറയുമ്പോൾ എന്താ പറ്റുന്നത്? ആ ഒരു ഡിമാൻഡ് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്, ഇത് ഇൻഫ്ലേഷനിലോട്ട് ലീഡ് ചെയ്യുന്നുണ്ട്. സോ എയും സിയും ആണ് നമുക്ക് ഓപ്ഷനിൽ വരുന്നത്. സോ ഓപ്ഷൻ 3 ഈസ് ദ കറക്റ്റ് ആൻസർ, എ ആൻഡ് സി ഓൺലി. ഓക്കെ, ഇനി നോക്കാം നമുക്ക് എന്താ സംഭവിക്കുന്നതെന്ന്. ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ അറൈസസ് വെൻ ആഗ്രിഗേറ്റ് ഡിമാൻഡ് ഗ്രേറ്റർ ദാൻ ആഗ്രിഗേറ്റ് സപ്ലൈ. അപ്പം ഡിമാൻഡ് സപ്ലൈനേക്കാളും കൂടുന്ന ഒരു സിറ്റുവേഷനിലാണ് ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ വരുന്നത്. ഇൻവെസ്റ്റ്മെന്റ് കൂടുമ്പോൾ എന്ത് പറ്റും? റൈസസ് ഡിമാൻഡ്, ഇൻഫ്ലേഷണറി ആണ്. ഇൻവെസ്റ്റ്മെന്റ് കൂടുമ്പോഴത്തേക്കും ഡിമാൻഡ് കൂടും, അത് ഇൻഫ്ലേഷണറി സിറ്റുവേഷനിലോട്ട് അത് ലീഡ് ചെയ്യുന്നുണ്ട്. അടുത്ത ഡിക്രീസ് ഇൻ ഇമ്പോർട്ട്സ് വിത്ത് കോൺസ്റ്റന്റ് എക്സ്പോർട്സ് ഡൊമസ്റ്റിക് ഡിമാൻഡ് ഷിഫ്റ്റ് ടു ലോക്കൽ പ്രോഡക്ട്സ് ഇൻഫ്ലേഷണറി ആണ്. അപ്പം ഇമ്പോർട്ട്സ് കുറയുന്ന സമയത്ത് എന്ത് പറ്റുന്നുണ്ട്? ആ ഒരു നമ്മുടെ ലോക്കൽ ഡിമാൻഡ് നമ്മുടെ ഇവിടെ തന്നെ അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ നാഷണലിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സിനോട്ട് ലീഡ് ചെയ്യുന്നുണ്ട്. ഇതും ഇൻഫ്ലേഷണറി സിറ്റുവേഷന് കാരണമാകുന്നുണ്ട്. കാരണം നമ്മുടെ എക്സിസ്റ്റിംഗ്ലി സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സപ്ലയേഴ്സിന് അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സിന് ഡിമാൻഡ് മീറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പൊ ഇൻഫ്ലേഷൻ സിറ്റുവേഷനിലോട്ട് പോകത്തില്ലേ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ നമ്മുടെ എണ്ണയുടെ കാര്യം ഒരു സിമ്പിൾ ഇപ്പൊ നടക്കുന്ന ഒരു കാര്യമാണല്ലോ. അപ്പൊ എണ്ണയുടെ കാര്യം തന്നെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. നമ്മുടെ വെളിച്ചെണ്ണയുടെ ഡിമാൻഡ് ഭയങ്കരമായിട്ട് കൂടുവാണ്. ആ സമയത്ത് എന്ത് പറ്റുന്നുണ്ട്? സപ്ലൈ ഉള്ളതേ ഉള്ളൂ അല്ലെ, സപ്ലൈ എക്സിസ്റ്റിംഗ്ലി എത്ര സപ്ലൈ ഉണ്ടോ അത് മാത്രമേ ഉള്ളൂ, ആ ഒരു പെർട്ടിക്കുലർ ക്വാണ്ടിറ്റി മാത്രമേ ഉള്ളൂ. അപ്പൊ ഡിമാൻഡിനെ മീറ്റ് ചെയ്യാൻ നമ്മുടെ എക്സിസ്റ്റിംഗ് സപ്ലൈക്ക് പറ്റുന്നില്ല. അപ്പോഴാണ് ആ ഒരു ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ സംഭവിക്കുന്നത്. മനസ്സിലായി? അതൊരു സിമ്പിൾ എക്സാമ്പിൾ ആണ്. അപ്പോഴാണ് ആ ഒരു എന്താണ് ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ സംഭവിക്കുന്നത്. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് കൂടുന്ന സമയത്ത് അത് സംഭവിക്കുന്നുണ്ട്. ഇനി ഇമ്പോർട്ട്സ് കുറയുന്നതാണ്. മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ മേടിക്കുന്ന ആ ഒരു ഓയിലിന്റെ വാല്യൂ അല്ല, ക്വാണ്ടിറ്റി കുറയുവാണ്. അപ്പൊ എന്ത് പറ്റുന്നുണ്ട്? ലോക്കൽ പ്രോഡക്ട്സിലോട്ട് കൂടുതൽ ഡിമാൻഡ് പോകുന്നുണ്ട്, പക്ഷേ സപ്ലൈ അതിനനുസരിച്ച് കൂടുന്നില്ല. ആ സമയത്ത് ഇൻഫ്ലേഷണറി സിറ്റുവേഷനിലോട്ട് പോകുന്നുണ്ട്. ദെൻ ഡിക്രീസ് ഇൻ കൺസ്യൂമർ ഡിമാൻഡ് ഓർ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ഡിമാൻഡ് റെഡ്യൂസ് ചെയ്യുവാണ്. അത് ആ ഒരു ഇൻഫ്ലേഷണറി സിറ്റുവേഷനിലോട്ട് പോകുന്നില്ല, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് സംഭവിക്കുന്നത്. ദെൻ ഡിക്രീസ് ഇൻ എക്സ്പോർട്സ് ഗിവൺ ഇമ്പോർട്ട്സ് ലോവർ ഡിമാൻഡ് നോട്ട് ഇൻഫ്ലേഷണറി. അപ്പൊ അവിടെയും ഡിമാൻഡ് ലോവർ ആക്കുവാണ്, റെഡ്യൂസ് ചെയ്യുവാണ്, അതും ഇൻഫ്ലേഷണറി സിറ്റുവേഷനിലോട്ട് ലീഡ് ചെയ്യുന്നില്ല. സോ കറക്റ്റ് ആൻസർ എയും സിയും ആണ് നമ്മുടെ ഓപ്ഷനിൽ വരുന്നത്. സോ ഓപ്ഷൻ 3 ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, so here is the next question. Sequence the steps for Vogel's approximation method. ഈ ഒരു Vogel's approximation method കഴിഞ്ഞതിന് മുന്നത്തെ ആണെന്ന് തോന്നുന്നത്, 2-3 ബാക്കിലുള്ള സൈക്കിളിലാണോ എന്നറിയില്ല. ഇതിന്റെ ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തവണ അതിന്റെ ബേസിക് തിയറിയിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് രണ്ടും ഇന്റർലിങ്ക്ഡ് ആണ്. ഇതിൽ ഒരെണ്ണം അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മറ്റേ ചെയ്യാൻ പറ്റും. തിയറി അറിയാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് പറ്റും. ഇനി പ്രോബ്ലം അറിയാന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റെപ്സ് ഐഡന്റിഫൈ ചെയ്യാനും എളുപ്പമാണ്. നോക്കാം നമുക്ക്. അപ്പൊ അതിന്റെ ഓപ്ഷൻസ് ഇതൊക്കെയാണ് പറയുന്നത്. അസൈൻ ലാർജസ്റ്റ് ക്വാണ്ടിറ്റി ആസ് പെർ റൂം റിക്വയർമെന്റ്സ് ടു ദ സെൽ ഇൻ ദ റോ ഓർ കോളം വിത്ത് സ്മോളസ്റ്റ് കോസ്റ്റ്. സെലക്ട് ലാർജസ്റ്റ് ഡിഫറൻസ് ഓഫ് റോസ് ഓർ കോളംസ്. Find difference between the two unallocated least cost cells from each row and each column. Eliminate the row or column that has been satisfied. Check all room requirements conditions are met. അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ഒരു കാര്യമുണ്ട്. നമ്മുടെ ആ ഒരു ഓപ്ഷൻസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ഓപ്ഷൻസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് സിയിലും എയിലുമാണ് അല്ലെ. 2 ഓപ്ഷൻസ് സിയിലും 2 ഓപ്ഷൻസ് എയിലുമാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി എൻഡ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിലോ 3 ഓപ്ഷൻ സിയിലും 1 ഓപ്ഷൻ ബിയിലാണ്. നമുക്ക് ഈ ഒരു Vogel's approximation മെത്തേഡ് എന്താണെന്ന് അറിയില്ലെങ്കിലോ അതിന്റെ സ്റ്റെപ്സ് എന്താണെന്നോ ഒന്നും നമുക്ക് അറിയില്ല, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ട് മറന്നുപോയി എന്നാണെങ്കിൽ പോലും നമുക്ക് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ ഈസിയാണ്. നോക്കാം എങ്ങനെയാണെന്നുള്ളത്. സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതിലാണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പകുതി ജോലി കഴിഞ്ഞല്ലേ. കാരണം 2 ഓപ്ഷൻസ് നമുക്ക് ആദ്യമേ തന്നെ കട്ട് ചെയ്ത് കളയാനായിട്ട് പറ്റും. അപ്പൊ ഇവിടെ ഒരു കോമ്പറ്റീഷൻ വന്നിരിക്കുന്നത് എയും സിയും തമ്മിലാണ്. എ എന്താ പറയുന്നത്? അസൈൻ ലാർജസ്റ്റ് ക്വാണ്ടിറ്റി ആസ് പെർ ദ റിം റിക്വയർമെന്റ്സ് ടു ദ സെൽ ഇൻ ദ റോ ഓർ കോളം വിത്ത് സ്മോളസ്റ്റ് കോസ്റ്റ്. അതിലെ ബാക്കി എല്ലാം വിട്ട് കളഞ്ഞിട്ട് നമുക്ക് ആദ്യത്തെ ഒരു 2-3 വേർഡ്സ് മാത്രം നോക്കിക്കുക. അസൈൻ ലാർജസ്റ്റ് ക്വാണ്ടിറ്റി. ഇനി സി എന്താ പറയുന്നത്? ഫൈൻഡ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു അൺഅലോക്കേറ്റഡ് ലീസ്റ്റ് കോസ്റ്റ് സെൽസ് ഫ്രം ഈച്ച് റോ ആൻഡ് ഈച്ച് കോളം. അപ്പൊ ഇത് രണ്ടും കൂടെ നിങ്ങൾ 2-3 തവണ റീഡ് ചെയ്ത് നോക്കിക്കേ, നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. എ പറയുന്നത് അസൈൻ ആണ് അല്ലെ. അസൈൻ ലാർജസ്റ്റ് ക്വാണ്ടിറ്റി. ലാർജസ്റ്റ് ക്വാണ്ടിറ്റി അസൈൻ ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് മുന്നേ നമ്മൾ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കണ്ടേ, എന്നാലല്ലേ നമുക്ക് ലാർജസ്റ്റ് ക്വാണ്ടിറ്റി ഏതാണ് എന്ന് മനസ്സിലാക്കാനും അസൈൻ ചെയ്യാനും പറ്റുള്ളൂ. അപ്പം ഓപ്ഷൻ എയിൽ സ്റ്റാർട്ട് ചെയ്യാൻ, ഓപ്ഷൻ എയിലല്ല എയിൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതയില്ല. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻ 2ഉം 3ഉം സിംപ്ലി കട്ട് ചെയ്ത് കളഞ്ഞൂടെ. പിന്നെ നമ്മുടെ കയ്യിലുള്ളത് ഓപ്ഷൻ 1ഉം 4ഉം ആണ്.
നോക്കാം നമുക്ക് ഇനി ഇതിൽ ഏതായിരിക്കും വരുന്നെന്നുള്ളത്. അതിൽ അഗെയിൻ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം, ആ ഒരു രണ്ട് ഓപ്ഷൻസും എൻഡ് ചെയ്യുന്നത് ഇയിലാണ്. അപ്പൊ അതിൽ ഡൗട്ട്സ് ഒന്നുമില്ല. ചെക്ക് ഓൾ റിം റിക്വയർമെന്റ്സ് കണ്ടീഷൻസ് ആർ മെറ്റ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതുപോലെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങളുടെ ആ ഒരു റഫ് പേപ്പറിൽ നമ്മൾ ആ ഒരു ഓർഡർ, നമുക്ക് ആദ്യത്തെ സി ആണെന്ന് മനസ്സിലായി, ലാസ്റ്റത്തെ ഇ ആണെന്ന് മനസ്സിലായി. ഇനി ആ ഒരു കുറച്ച് ഇൻ ബിറ്റ്വീൻ ഒരു ബിയും എയും ഡിയും ഒക്കെ എഴുതാനുള്ള സ്പേസ് വിട്ടിട്ട് നമുക്ക് ആ രണ്ട് സിയും ഇയും എഴുതി വെക്കാം. പിന്നെ നമുക്ക് ഓരോന്നായിട്ട് അടുക്കി അവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജോലി എളുപ്പമായി. ഫുൾ നമ്മൾ ഓർഡറിലാക്കാൻ നിൽക്കണമെന്നില്ല. ഈ ഒരു ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഒന്നുകിൽ നമ്മൾ സെക്കൻഡ് ലാസ്റ്റ് അല്ലെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ നിന്നുള്ള രണ്ടാമത്തെ ഓപ്ഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജോലി കഴിഞ്ഞു. കാരണം അവിടെ പിന്നെ അഗെയിൻ കൺഫ്യൂഷൻ ഒന്നും വരുന്നില്ല. അപ്പോൾ നോക്കാം, നമുക്ക് രണ്ടാമത് ഏതാണ് വരുന്നതെന്ന് നോക്കാം. ഇവിടെ ബിയും എയും ആണ് കിടക്കുന്നത് അല്ലെ. ബി പറയുന്നത് സെലക്ട് ലാർജസ്റ്റ് ഡിഫറൻസ് ഓഫ് റോസ് ഓർ കോളംസ് ആണ് പറയുന്നത്. എ പറയുന്നത് അഗെയിൻ ആ ഒരു അസൈൻ ലാർജസ്റ്റ് ക്വാണ്ടിറ്റി. അഗെയിൻ നമുക്ക് മനസ്സിലാവാം, ലാർജസ്റ്റ് ക്വാണ്ടിറ്റി അസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് മുന്നേ നമ്മൾ എന്തെങ്കിലും ചെയ്തിരിക്കണ്ടേ? ആ ലാർജസ്റ്റ് ഡിഫറൻസ് മനസ്സിലാക്കി കഴിഞ്ഞാലായിരിക്കും അല്ലെ ആ ഒരു റിം റിക്വയർമെന്റ് അനുസരിച്ചിട്ട് നമുക്ക് അത് അസൈൻ ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പൊ രണ്ടാമത് വരേണ്ടത് ബി ആണ്. അപ്പൊ ബി രണ്ടാമത് വരുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഓപ്ഷൻ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. കറക്റ്റ് ആൻസർ ഓപ്ഷൻ 1 ഈസ് ദ കറക്റ്റ് ആൻസർ. ഇനി നമുക്ക് എന്താണ് ഇതെന്ന് നോക്കിയിട്ട് ഇതിലോട്ട് വരാം. Vogel's approximation method is a technique used to find an initial basic feasible solution for transportation problems in linear programming. ലീനിയർ പ്രോഗ്രാമിംഗ് നമ്മൾ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു മെത്തേഡിൽ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലംസിന്റെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇനിഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ആണ് ഈ ഒരു വാം അല്ലെങ്കിൽ വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ്. ഇറ്റ് ഈസ് എ ഹ്യൂറിസ്റ്റിക് മെത്തേഡ് ദാറ്റ് എയിംസ് ടു മിനിമൈസ് ടോട്ടൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ബൈ സ്ട്രാറ്റജിക്കലി അലോക്കേറ്റിംഗ് റിസോഴ്സസ് ബേസ്ഡ് ഓൺ പെനാൽറ്റി കോസ്റ്റ്. പെനാൽറ്റി കോസ്റ്റിന്റെ ബേസിസിൽ ടോട്ടൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് മിനിമൈസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. എങ്ങനെയാണ് ആ ഒരു ടോട്ടൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറയ്ക്കുന്നതെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രാറ്റജിക്കലി അലോക്കേറ്റിംഗ് റിസോഴ്സസ്, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിൽ സ്ട്രാറ്റജിക്കലി, ദാറ്റ് മീൻസ് ഏറ്റവും നല്ല രീതിയിൽ ബെസ്റ്റ് ഓപ്ഷൻസ് ഒക്കെ കണ്ടുപിടിച്ച് അലോക്കേറ്റ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ ഒരു വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ്. It often provides a good starting solution, sometimes even the optimal one in a single iteration. നമ്മൾ ഒറ്റ തവണ ചെയ്തത് വഴി തന്നെ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരെണ്ണം അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിംഗ് സൊല്യൂഷൻ തരാനായിട്ട് ഈ ഒരു മെത്തേഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അത് തരുന്നുണ്ട്. ഇനി എന്താണ് അതിന്റെ ഒരു ഫ്ലോ എന്ന് നോക്കാം. ഫസ്റ്റ് കാൽക്കുലേറ്റ് പെനാൽറ്റീസ്. എന്താണ് നമ്മൾ പറഞ്ഞു, പെനാൽറ്റി ബേസ് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡാണ് ഇതെന്ന് പറഞ്ഞു അല്ലേ. For each row and column, identify the smallest and second smallest cost values. The difference between these two is the penalty. Penalty നിങ്ങൾ ഈ ഒരു വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ് കണ്ടിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ ഒരു ടാബുലർ ഫോമിലാണ് ഇതിരിക്കുന്നത്. അപ്പോൾ അതിൽ റോസും കോളംസും ഒക്കെ ഉണ്ട്. അതിൽ ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ, സെക്കൻഡ് സ്മോളസ്റ്റ് വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുക. അതിന്റെ രണ്ടിന്റെയും കൂടെ ഡിഫറൻസ് എടുക്കുക. ആ ഡിഫറൻസിനെയാണ് പെനാൽറ്റി എന്ന് പറയുന്നത്. അത് തന്നെ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഈ ഒരു വാമില് പെനാൽറ്റി എന്നുള്ളത്? മനസ്സിലായല്ലോ, ഓരോ റോയും കോളവും ഉണ്ട്. അതിൽ ആ ഒരു സ്മോളസ്റ്റും സെക്കൻഡ് സ്മോളസ്റ്റ് വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ പെനാൽറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം പെനാൽറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. സെലക്ട് ദ ഹയസ്റ്റ് പെനാൽറ്റി. ചൂസ് ദ റോ ഓർ കോളം വിത്ത് ദ ഹയസ്റ്റ് പെനാൽറ്റി. പെനാൽറ്റി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഏത് റോയ്ക്ക് അല്ലെങ്കിൽ ഏത് റോയ്ക്കും കോളത്തിനുമാണ് ഹയസ്റ്റ് പെനാൽറ്റി ഉള്ളതെന്ന് കണ്ടുപിടിക്കുക. Then allocate resources in the row or column with the highest penalty. Allocate as much as possible to the cell with the lowest cost, satisfying either the row supply or the columns demand. അത് നമുക്കറിയാലോ, സപ്ലൈയും ഡിമാൻഡും ആണ് റോയിലും കോളത്തിലും ഒക്കെ ഉള്ളത്. അപ്പോൾ ആ പെനാൽറ്റി നമ്മൾ ഹയസ്റ്റ് പെനാൽറ്റി ഉള്ള കോളം കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് അതിൽ ആ ഒരു ലോവസ്റ്റ് കോസ്റ്റ് ഉള്ള സെല്ലിലോട്ട് ഇത് പറ്റുന്ന അത്രയും അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. Then adjust supply and demand. Reduce the supply or demand of the allocated cell accordingly. If a row or column is fully satisfied, cross it out. അത് കഴിഞ്ഞാൽ നമ്മൾ ഓരോ സെല്ലിലും സപ്ലൈയും ഡിമാൻഡും അല്ലെങ്കിൽ ഡിമാൻഡ് കുറയ്ക്കാൻ പറ്റുന്ന രീതിയിൽ ഇത് അലോക്കേറ്റ് ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കുക. എപ്പോഴാണോ ഒരു കോളം കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആകുന്നത് ആ സമയത്ത് നമുക്ക് അതിനെ ക്രോസ് ചെയ്ത് കളയാം. Then repeat steps 1 to 4 until all supply and demand are met. ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിനകത്ത് അല്ലെങ്കിൽ ആ ഒരു ടേബിളിനകത്ത് എല്ലാ ഡിമാൻഡും സപ്ലൈയും നമ്മൾ മീറ്റ് ചെയ്യുന്നത് വരെ ആ ഒരു 1 മുതൽ 4 വരെയുള്ള സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഓക്കെ, ദെൻ നമ്മുടെ ഓപ്ഷൻ പറയുന്നതിനനുസരിച്ച് ഫസ്റ്റ് കമ്പ്യൂട്ട് ദ പെനാൽറ്റി ഫോർ ഈച്ച് റോ ഓർ കോളം. ദാറ്റ് മീൻസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു ലോവസ്റ്റ് കോസ്റ്റ്. നമ്മൾ പെനാൽറ്റി എന്താണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ ഓപ്ഷനിൽ പറയുന്നതെന്ന് വെച്ചാൽ എന്താണ്, ഫൈൻഡ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു അൺഅലോക്കേറ്റഡ് ലീസ്റ്റ് കോസ്റ്റ്
cells from each row and each column. അതാണല്ലോ penalty. അതാണ് first step. So option C first വരുന്നു. Then pick the row or column with the largest penalty. In that row or column, allocate as much as possible to the lowest cost cell respecting rim conditions. Cross out or eliminate the row or column satisfied and adjust the others. Then repeat until all rim requirements are met. This sequence minimizes opportunity cost at each step. Okay, ഇതാണ് അതിൻ്റെ ഒരു സീക്വൻസ് വരുന്നത്. അപ്പോൾ ഇത് എന്താണെന്നുള്ളതും അതിനകത്ത് വരുന്ന സ്റ്റെപ്പ് എന്താണെന്നും അതിൻ്റെ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് നോക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്, കാരണം റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. എന്ത് വേണമെങ്കിലും ചോദിക്കാം. അടുത്ത തവണ മേ ബി പെനാൽറ്റി എന്താണെന്നുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു വാം എന്തിനാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുള്ളത്, എങ്ങനെ വേണമെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്, നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. Here is the next question. Which of the following concept relates to the statement, a process by which individuals organize and interpret their sensory impressions to give meaning to their environment? Direct question ആണ്, നമ്മൾ OB-ക്കകത്ത് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഒത്തിരി തവണ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഭയങ്കര സിമ്പിൾ അല്ലേ? നമുക്ക് വേറെ ഒന്നും ആലോചിക്കാതെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യനിൽ അല്ലെങ്കിൽ ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിന് നമ്മൾ 1 മിനിറ്റിലധികം മേ ബി സ്പെൻഡ് ചെയ്യാം. അപ്പം അങ്ങനത്തെ നമുക്ക് പോകുന്ന സമയം തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് കിട്ടുന്ന എന്താണ് നമ്മുടെ ഒരു ഹോട്ട് ക്വസ്റ്റ്യൻ ആണെന്ന് നമുക്കിത് പറയാം. കാരണം എന്താണ്, നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാം, ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. ഇൻഡിവിജ്വൽസ് അവർക്ക് കിട്ടുന്ന കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഇന്റർപ്രിറ്റ് ചെയ്യുന്നു. കാര്യങ്ങൾ ഇൻ ദ സെൻസ് സെൻസറി ഇംപ്രഷൻസ്, അവർ കാണുന്ന, കേൾക്കുന്ന, വായിക്കുന്ന, ടച്ച് ചെയ്യുന്ന കാര്യങ്ങളെയൊക്കെ ഓർഗനൈസ് ചെയ്യുകയും ഇന്റർപ്രിറ്റ് ചെയ്യുകയും ചെയ്യുന്നത് വഴി ആ ഒരു എൻവയോൺമെന്റിന് മീനിങ് അസൈൻ ചെയ്ത് കൊടുക്കുന്ന കാര്യം എന്താണ്? ആറ്റിറ്റ്യൂഡ് ആണോ, ആപ്റ്റിറ്റ്യൂഡ് ആണോ, പെർസെപ്ഷൻ ആണോ, ഇൻറ്റ്യൂഷൻ ആണോ? ബാക്കി 3 ഓപ്ഷൻസിനും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പെർസെപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. OB-യിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. പെർസെപ്ഷൻ ഈസ് അഗെയിൻ ഒരു വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ്. റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. പെർസെപ്ഷൻ മാത്രമല്ല, ആറ്റിറ്റ്യൂഡ് ഓൾസോ. ഓക്കെ, എന്താണ് പെർസെപ്ഷൻ? പ്രോസസ് ഓഫ് ഓർഗനൈസിങ് ആൻഡ് ഇന്റർപ്രറ്റിംഗ് സെൻസറി ഡേറ്റ ടു ക്രിയേറ്റ് മീനിങ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കാണുകയും കേൾക്കുകയും ടച്ച് ചെയ്യുകയും അല്ലെങ്കിൽ ടേസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്ത് അതിനൊരു മീനിങ് കൊടുക്കുന്ന പ്രോസസ്സാണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ആനയുടെയൊക്കെ സ്റ്റോറി നമ്മൾ പഠിച്ചിട്ടില്ലേ? ആനയുടെ സ്റ്റോറി അല്ല, ആനയെ കാണാൻ പോയ ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാരുടെ സ്റ്റോറി നമ്മൾ പറഞ്ഞില്ലേ? Exactly, that is perception. Then attitude, evaluative feeling. ഒരു evaluative feeling ആണ് attitude. Aptitude means ability or skill. Then intuition, instinctive knowing ആണ് intuition. Okay, ഇത്രയും ടേംസ് ആണ് വരുന്നത്. പെർസെപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഈസ് നോട്ട് പ്രൊമോട്ടിംഗ് ഓൺടർപ്രണർഷിപ്പ് ഇൻ ഇന്ത്യ? ഈ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് മേ ബി നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് അറിയില്ലായിരിക്കും. പക്ഷെ നമ്മൾ ആൻസറിലോട്ട് ഓപ്ഷൻസിനെ ഒന്ന് കീറി മുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാനും പറ്റും. നോക്കാം നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ്. ഫസ്റ്റ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഓൺടർപ്രണർഷിപ്പ് ആൻഡ് സ്മോൾ ബിസിനസ് ഡെവലപ്മെന്റ്. Then Entrepreneurship Development Institute, Institute for Design of Electrical Measuring Instruments, then National Small Industries Corporation. നമുക്ക് ഇതിനെ പറ്റിയിട്ട് യാതൊരു ഐഡിയ ഇല്ലെങ്കിൽ പോലും നിങ്ങളൊന്ന് നോക്കിക്കേ. ഫസ്റ്റ് ഓപ്ഷൻ 1 പറയുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഓൺടർപ്രണർഷിപ്പ് ആൻഡ് സ്മോൾ ബിസിനസ് ഡെവലപ്മെന്റ്. അപ്പം ഓൺടർപ്രണർഷിപ്പ് പ്രൊമോട്ട് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലാത്തത് ഏതാണ്? അഗെയിൻ അവിടെ നോട്ട് എന്നുള്ളൊരു വേർഡ് കിടപ്പുണ്ട്. ബി വെരി കെയർഫുൾ വൈൽ ആൻസറിങ് സച്ച് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻ ഒന്നും കൂടെ നോക്കുക നിങ്ങൾ, ആ നോട്ട് ഒന്നും കൂടെ കൺഫേം ചെയ്ത് അത് നമ്മുടെ മനസ്സിൽ വേണം. ഇല്ലെങ്കിൽ ഏതാണ് പ്രൊമോട്ട് ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സിംപ്ലി പോയി ഓപ്ഷൻ 1 ആയിരിക്കും സെലക്ട് ചെയ്യുന്നത്. നമ്മൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ റീഡ് ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ മേ ബി നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനും ആയിരിക്കും ഇത്. നമ്മൾ മാർക്ക് കളയുകയാണ് ചെയ്തത്. സോ നെവർ എവർ മിസ് ദാറ്റ് പെർട്ടിക്കുലർ വേർഡ്സ് ഇൻ അവർ ക്വസ്റ്റ്യൻ. ഓക്കെ, ബി വെരി കെയർഫുൾ വൈൽ ഹാൻഡ്ലിംഗ് ദീസ് ക്വസ്റ്റ്യൻസ്. നോട്ട് ഈസ് ദെയർ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ 1 എന്തായാലും വരും അല്ലേ? ആ ഒരു പ്രൊമോട്ട് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ 1 അവിടെ വരും. അവിടെ പറയുന്നുണ്ട് സ്മോൾ ബിസിനസ് ഡെവലപ്മെന്റ് എന്ന് തന്നെ അവിടെ പറയുന്നുണ്ട്. ഓൺടർപ്രണർഷിപ്പ് എന്നുള്ളൊരു വേർഡും കിടപ്പുണ്ട്. സോ ഓപ്ഷൻ 1 എന്തായാലും അത് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഓപ്ഷൻ 2 നോക്കിക്കേ, ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. എഗെയിൻ അത് ഓൺടർപ്രണർഷിപ്പിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. 4 നോക്കിക്കേ, നാഷണൽ സ്മോൾ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ. അതും സ്മോൾ ഇൻഡസ്ട്രീസ് ഓൺടർപ്രണർഷിപ്പ് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ടേം ആയിരിക്കാം. ഇനി ഓപ്ഷൻ 3 നോക്കിക്കേ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡിസൈൻ ഓഫ് ഇലക്ട്രിക്കൽ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ്. ഇലക്ട്രിക്കൽ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സിന്റെ ഡിസൈന് വേണ്ടിയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുമ്പോൾ അത് ഓൺടർപ്രണർഷിപ്പിന്റെ ഡെവലപ്മെന്റുമായിട്ട് വലിയ ബന്ധം വരുന്നില്ല അല്ലേ? നമുക്ക് മേ ബി അവിടെ ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളത് ഓപ്ഷൻ 3ഉം 4ഉം തമ്മിലാണ്. 3 ഒന്നും കൂടെ വായിച്ച് ഒന്നും കൂടെ നമ്മൾ അത് എന്തായിരിക്കും എന്നുള്ളത് സ്വയം ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഓപ്ഷൻ 3 ആണ് ഇതിൽ വരാത്തത്. കാരണം അതൊരു ഇലക്ട്രിക്കൽ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് എന്ന് തന്നെ അവിടെ കിടപ്പുണ്ട്. ഇലക്ട്രിക്കൽ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ആകുമ്പോൾ അതൊരു ലാർജ് സ്കെയിലോട്ടൊക്കെ പോകാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ഒന്ന് ഇന്റർപ്രറ്റ് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. 3 would be the correct answer for this particular question. Okay. ഒരു മിനിറ്റ്, പ്രീവിയസ് സ്ലൈഡ് ഒന്ന് എടുത്തോട്ടെ.
അതിൽ ആദ്യം പറഞ്ഞ ആ ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഓൺടർപ്രണർഷിപ്പ് ആൻഡ് സ്മോൾ ബിസിനസ് ഡെവലപ്മെന്റ് ആകുമ്പോഴത്തേക്കും ഓൺടർപ്രണർഷിപ്പ് ട്രെയിനിങ്ങിനാണ്, നിങ്ങൾ അത് ഒന്ന് ഓർത്തിരിക്കുക, ഓൺടർപ്രണർഷിപ്പ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് പറഞ്ഞ ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ ഓൺടർപ്രണർഷിപ്പിന്റെ എഡ്യൂക്കേഷൻ, ഓൺടർപ്രണേഴ്സിന് എഡ്യൂക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു ആ ഒരു ഡിസൈനും ആ ഒരു മെക്കാനിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ മെക്കാനിക്കൽ അല്ല, മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സിന്റെ ഡിസൈനും അതിന്റെ കാര്യങ്ങൾക്ക് റിലേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. ദെൻ സ്മോൾ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ ആണെന്നുണ്ടെങ്കിൽ സ്മോൾ ഇൻഡസ്ട്രീസിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, so moving to the next question, arrange the process of capital budgeting in proper sequence. Capital budgeting in the process അല്ലെങ്കിൽ അതിന്റെ സ്റ്റെപ്സിനെ പ്രോപ്പർ സീക്വൻസിൽ അറേഞ്ച് ചെയ്യാനാണ്. again ഒരു ഈസി ക്വസ്റ്റ്യൻ ആണ്. Identification of potential investment opportunities, decision making, assembling of proposed investment, preparation of capital budget and appropriation, implementation. ഇതും നമുക്ക് കിട്ടുന്ന ഒരു ഭയങ്കര എന്താണ് സിംപ്ലി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. നമ്മൾ നോക്കിക്കേ, ആദ്യം എന്തായിരിക്കും വരുന്നത്, നമുക്ക് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്താണെന്ന് അറിയില്ലെങ്കിൽ പോലും ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് സിംപ്ലി സോൾവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. തന്നിട്ടുള്ള ഓപ്ഷൻസ് അത്രയും എളുപ്പമായിട്ടുള്ളതാണ്. ആദ്യം ഏതെങ്കിലും ഒരെണ്ണം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ പിക്ക് ചെയ്യാനായിട്ട് പറ്റും. എപ്പോഴും നമ്മൾ ഏതൊരു സീക്വൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും ആദ്യം വരുന്നത് ഐഡന്റിഫിക്കേഷൻ തന്നെ ആയിരിക്കും അല്ലേ. എപ്പോഴും വരുന്നത് റിസോഴ്സസിന്റെ ഐഡന്റിഫിക്കേഷൻ അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസിന്റെ ഐഡന്റിഫിക്കേഷൻ അല്ലെങ്കിൽ ഐഡിയ ജനറേഷൻ, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കില്ലേ. ഇവിടെ നോക്കിക്കേ, ഫസ്റ്റ് ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്നത് തന്നെയല്ലേ, ഐഡന്റിഫിക്കേഷൻ ഓഫ് പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്. ഇനി ഓപ്ഷൻ ഇ എന്താ പറയുന്നത്, ഇംപ്ലിമെന്റേഷൻ. അത് ലാസ്റ്റല്ലേ വരുള്ളൂ, എല്ലാം കഴിഞ്ഞിട്ടായിരിക്കില്ലേ ഇംപ്ലിമെന്റേഷൻ വരുന്നത്. സോ ഒബ്വിയസ്ലി ഓപ്ഷൻ 4 വുഡ് ബി ദ കറക്റ്റ് ആൻസർ. ഒരു കൺഫ്യൂഷന്റെ ആവശ്യവും വരുന്നില്ല. ഇവിടെ ബിയിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു, ബി ഡിസിഷൻ മേക്കിംഗ് ആണ്, അതെന്തായാലും ആദ്യം വരത്തില്ല. ഈ സ്റ്റാർട്ടിംഗിൽ പറയുന്നു ഇംപ്ലിമെന്റേഷൻ, അതും ആദ്യത്തിൽ വരത്തില്ല. ഇനി ഡി പറയുന്നത് പ്രിപ്പറേഷൻ ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റ് ആൻഡ് അപ്രോപ്രിയേഷൻ, അതും ആദ്യം വരാൻ സാധ്യതയില്ല. സോ ഓപ്ഷൻ 4 വുഡ് ബി ദ കറക്റ്റ് ആൻസർ. എത്ര പെട്ടെന്ന് നമ്മൾ ആൻസറിലോട്ട് എത്തിയെന്ന് നോക്കിക്കേ. ഓക്കെ, okay, moving to the next question, which of the following is incorrect? Incorrect ആയിട്ടുള്ളത് ഏതാണ്? ഇവിടെയും അതുപോലെ തന്നെ incorrect എന്നുള്ളൊരു വേർഡ് കിടപ്പുണ്ട്. കറക്റ്റ് അല്ലാത്തത് ഏതാണ്, അതിലും കറക്റ്റ് ഏതാണ് എന്നാണ് നമ്മൾ വായിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ആൻസർ എന്തായാലും തെറ്റിപ്പോവും. ഇതിൽ ഏതാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ളത്? ഈ bxy is equal to 0.8, byx is equal to 0.8, bxy is equal to 1.2, byx is equal to 1.2, bxy is equal to 1.2, byx is equal to 0.2, bxy is equal to 0.8, byx is equal to 1.2. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ 2 is the correct answer. ഇനി എങ്ങനെ വന്നു എന്നുള്ളത് നോക്കാം. നിങ്ങൾ അതൊരു ശ്രദ്ധിച്ച് നോക്കിക്കോ. bxy is equal to 1.2, byx is the 1.2. എങ്ങനെയാണ് നമ്മൾ ആൻസറിലോട്ട് എത്തിയെന്ന് നോക്കാം. ഇതാണ് നമുക്ക് ആവശ്യം. എന്തായാലും ഈ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ റിപ്പീറ്റഡ് എടുത്ത് അടുത്ത ഒരു സൈക്കിളിൽ ചോദിക്കാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ ഈ ഒരു ടോപ്പിക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കാം. ഇത് റിഗ്രഷൻ bxy byx ഒക്കെ കണ്ടപ്പോൾ നമ്മുടെ മൈൻഡിൽ വന്നത് റിഗ്രഷൻ ആയിരിക്കുമല്ലോ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും അല്ലേ. നമ്മൾ കോറിലേഷനും റിഗ്രഷനും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മുടെ മൈൻഡിൽ സ്റ്റാറ്റിസ്റ്റിക്സ് റിലേറ്റ് ചെയ്തിട്ട് വരുമ്പോൾ നമ്മുടെ മൈൻഡിൽ റിഗ്രഷൻ എന്നുള്ള ടേം കിടപ്പുണ്ട്. അപ്പോൾ റിഗ്രഷനകത്താണ് ഈ ഒരു bxyയും byx ഒക്കെ നോക്കുന്നത്. നമ്മൾ x on y, y on x ഒക്കെ പഠിച്ചിട്ടില്ലേ നമ്മൾ? നോക്കും, bxy into byx is equal to r square. അതാണ് നമ്മുടെ ഇതിലെ ഏറ്റവും കോർ ആയിട്ടുള്ള ഫണ്ടമെന്റൽ ആയിട്ടുള്ളൊരു ഫോർമുല. bxy into byx should be r square. bxy എന്താണ്? റിഗ്രഷൻ കോഎഫിഷ്യന്റ് ഓഫ് x on y. byx ആണെന്നുണ്ടെങ്കിലോ നേരെ തിരിച്ച് റിഗ്രഷൻ കോഎഫിഷ്യന്റ് ഓഫ് y on x. ഇവിടെ r is equal to കോറിലേഷൻ കോഎഫിഷ്യന്റ് ആണ്. r എന്താണ്? -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു r ലെസ് ദാൻ ഓർ ഈക്വൽ ടു +1. സോ r സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കണം. നമ്മൾ r എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1 അല്ലെങ്കിൽ +1 ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ r സ്ക്വയർ എടുക്കുമ്പോൾ എപ്പോഴും അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കണം. അത് അതിന്റെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. ദിസ് മീൻസ് ദ പ്രോഡക്റ്റ് ഓഫ് റിഗ്രഷൻ കോഎഫിഷ്യൻസ് ക്യാൻ നെവർ എക്സീഡ് 1. അതായത് നമ്മുടെ ആ ഒരു റിഗ്രഷൻ കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കുന്ന സമയത്ത് അതിന്റെ പ്രോഡക്റ്റ് നമ്മൾ bxyയും byxും പറഞ്ഞില്ലേ, അതിന്റെ പ്രോഡക്റ്റ് ഒരിക്കലും ഒന്നിനേക്കാളും കൂടാൻ പാടില്ല. കാരണമല്ല, ഒന്നിനേക്കാളും ഹയർ വാല്യൂയിലോട്ട് പോകാനായിട്ട് പാടില്ല. നോക്കാം, നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ എടുത്തിട്ട് നോക്കാം. ഒരു മിനിറ്റ്. ഇതിൽ ഇൻകറക്റ്റ് ഏതാണെന്ന് നോക്കുമ്പോൾ നമ്മൾ ആ ഒരു മൾട്ടിപ്ലിക്കേഷൻ നോക്കിക്കേ. bxy into byx, ദാറ്റ് മീൻസ് 0.8 into 0.8 is equal to 0.64. അടുത്ത നോക്കിക്കേ, 1.2 into 1.2 is equal to 1.4. അപ്പൊ അതല്ലേ ഒന്നിനേക്കാളും കൂടിയൊരു വലിയ. അടുത്തതും കൂടെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 1.2 into 0.8 is equal to 0.8. 0.8 into 1.2 is equal to 0.96. സോ ഓപ്ഷൻ 2 ആണ് ഒന്നിനേക്കാളും എക്സീഡ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ 2 ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, എങ്ങനെയാണ് ആൻസറിലോട്ട് എത്തിയതെന്ന് മനസ്സിലായി കാണുമല്ലോ.
ഇതിൽ ആ ഒരു 0.1 അതിലൊരു വാല്യൂ തെറ്റാണ്. അതിൽ 1.2 ഇൻറ്റു 0.8 ഈസ് ഈക്വൽ ടു 0.96 ആ വരുന്നത്. സോറി, ബൈ മിസ്റ്റേക്ക് ആണ്. അത് അവിടെ 0.96 ആണ് കേട്ടോ വാല്യൂ വരുന്നത്. അപ്പോൾ അതും 1നേക്കാളും താഴെയാണ്. സോ ഓപ്ഷൻ 2 ഇസ് ദ കറക്റ്റ് ആൻസർ. അവിടെ മാത്രമാണ് വാല്യൂ 1.4 ആയിട്ട് അല്ലെങ്കിൽ 1നേക്കാളും എക്സീഡ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ 2 ഇസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എ ബാരിയർ ടു ദ മാച്ചിങ് ഓഫ് എക്സ്പെക്റ്റഡ് ആൻഡ് പെർസീവ്ഡ് സർവീസ് ലെവൽസ് കോസ്ഡ് ബൈ ദ അൺവില്ലിംഗ്നെസ് ഓഫ് സർവീസ് പ്രൊവൈഡേഴ്സ് ടു പ്രൊവൈഡ് ദ നെസസറി റിസോഴ്സസ്. ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഭയങ്കര വലുതായിട്ട് തോന്നുന്നുണ്ട് അല്ലേ? ഇവിടെ എന്താണ് പറയുന്നത്? ഇവിടെ ഒരു ബാരിയർ ടു, ഒരു എന്തിലോട്ടുള്ള ഒരു ബാരിയർ ആണ് ചോദിച്ചിരിക്കുന്നത്. എന്ത് ബാരിയർ? എന്തിലോട്ടുള്ള ബാരിയർ ആണ്? മാച്ചിങ് ഓഫ് എക്സ്പെക്റ്റഡ് ആൻഡ് പെർസീവ്ഡ് സർവീസ് ലെവൽ. എക്സ്പെക്ട് ചെയ്തതും അതേപോലെ തന്നെ പെർസീവ് ചെയ്തതുമായിട്ടുള്ള സർവീസ് ലെവൽ, അത് തമ്മിലുള്ള ഒരു മാച്ചിങ്ങിൽ വരുന്ന ഒരു ബാരിയർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇനി എന്തുകൊണ്ടാണ് ആ ഒരു ബാരിയർ വരുന്നത്? caused by the unwillingness of service providers to provide the necessary resources. അതായത് ആവശ്യമായിട്ടുള്ള റിസോഴ്സസ് പ്രൊവൈഡ് ചെയ്യാനുള്ള സർവീസ് പ്രൊവൈഡേഴ്സിന്റെ അൺവില്ലിംഗ്നെസ് കാരണം ഉണ്ടാകുന്ന ബാരിയർ. എന്തിലുള്ള ബാരിയർ ആണ്? മാച്ചിങ് എക്സ്പെക്റ്റഡ് ആൻഡ് പെർസീവ്ഡ് സർവീസ് ലെവൽ. അതായത് ഈ ക്വസ്റ്റ്യൻ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു എക്സ്പെക്റ്റഡ് സർവീസ് ലെവലും പെർസീവ്ഡ് സർവീസ് ലെവലും തമ്മിൽ മാച്ച് ചെയ്യാതിരിക്കാനായിട്ട് കുറേ ബാരിയേഴ്സ് അല്ലെങ്കിൽ കുറേ തടസ്സങ്ങൾ അല്ലെങ്കിൽ കുറേ കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളിൽ ഒന്നാണ് ഈ ഒരു അൺവില്ലിംഗ്നെസ് ഓഫ് സർവീസ് പ്രൊവൈഡേഴ്സ് ടു പ്രൊവൈഡ് ദ നെസസറി റിസോഴ്സ്. അപ്പം അത് കാരണം ഉണ്ടാകുന്ന ബാരിയർ ഏതെന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ. നിങ്ങൾ ആ മുകളിലത്തെ ആ ഒരു സെന്റൻസ് വിട്ട് കളഞ്ഞിട്ട് താഴത്തെ സെന്റൻസ് അല്ലെങ്കിൽ ആ ഒരു കാര്യം വായിച്ചു നോക്കിക്കേ. അൺവില്ലിംഗ്നെസ് ഓഫ് സർവീസ് പ്രൊവൈഡർ കാരണം ഉണ്ടാകുന്ന ഒരു എന്താണ് ഒരു ബാരിയർ ഏതാണ്? അങ്ങനെ മാത്രം എടുത്ത് നോക്കിക്കേ. 1 എന്താ പറയുന്നത്? ഓപ്ഷൻ 1 പറയുന്നത് മിസ്കൺസംഷൻ ബാരിയർ, 2 പറയുന്നത് ഇനാഡിക്വേറ്റ് റിസോഴ്സ് ബാരിയർ, 3 പറയുന്നത് ഇനാഡിക്വേറ്റ് ഡെലിവറി ബാരിയർ, 4 പറയുന്നത് എക്സിക്യൂട്ടഡ് പ്രോമിസസ് ബാരിയർ. അപ്പൊ ഇതിൽ നിന്ന് തന്നെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഓപ്ഷൻ 4ഉം ഓപ്ഷൻ 1ഉം ആദ്യമേ തന്നെ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞൂടെ നമുക്ക്? കാരണം അതിന് ഈ പറയുന്ന ഒരു കോണ്ടെക്സ്റ്റുമായിട്ട് യാതൊരു ബന്ധവും വരുന്നില്ല അല്ലെ? മിസ്കൺസംഷനും എക്സാജറേറ്റഡ് പ്രോമിസും ഒന്നും ഇവിടെ വരുന്നില്ല. പ്രൊവൈഡ് ചെയ്യാത്തത് കാരണം അല്ലെങ്കിൽ അൺവില്ലിംഗ്നെസ് കാരണം ഉണ്ടാകുന്നതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലെ? ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നതാണ് അൺവില്ലിംഗ്നെസ് എന്നൊരു വേർഡാണ് അവിടുത്തെ കീ വേർഡായിട്ട് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ 1ഉം ഓപ്ഷൻ 4ഉം നമുക്ക് എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളത് ഓപ്ഷൻ 2ഉം 3ഉം തമ്മിലാണ്. 2 പറയുന്നത് ഇനാഡിക്വേറ്റ് റിസോഴ്സും 3 പറയുന്നത് ഇനാഡിക്വേറ്റ് ഡെലിവറിയാണ്. ഡെലിവറി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോപ്പർ ആയിട്ട് നമുക്ക് റിസോഴ്സസ് കിട്ടാത്തത് കാരണം അല്ലെങ്കിൽ കറക്റ്റ് സമയത്ത് കിട്ടാത്തത് കാരണം. അതല്ലേ ഡെലിവറി എന്നൊരു ടേം യൂസ് ചെയ്യുന്ന നമ്മളൊരു ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ സൊമാറ്റോയിൽ ഒരു സാധനം, ഒരു ഫുഡ് ഐറ്റം ഓർഡർ ചെയ്തു, അത് കറക്റ്റ് സമയത്ത് നമുക്ക് കിട്ടിയില്ല. അതല്ല ഇനാഡിക്വേറ്റ് ഡെലിവറി ബാരിയർ, പ്രോപ്പർ ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ഇല്ലാത്തത് കാരണം ഡെലിവറി ചെയ്യപ്പെട്ടില്ല. അതൊരിക്കലും അൺവില്ലിംഗ്നെസ്സുമായിട്ട് വരുന്നില്ല. സോ ഓപ്ഷൻ 3ഉം അല്ല കറക്റ്റ് ആൻസർ. നമ്മുടെ കറക്റ്റ് ആൻസർ ഇനാഡിക്വേറ്റ് റിസോഴ്സസ് ബാരിയർ ആണ്. അവിടെയാണ് അൺവില്ലിംഗ്നെസ് ഓഫ് സർവീസ് പ്രൊവൈഡേഴ്സ് ടു പ്രൊവൈഡ് ദ നെസസറി റിസോഴ്സസ്. ഓപ്ഷൻ 2 ഈസ് ദ കറക്റ്റ് ആൻസർ. നോക്കാം നമുക്കിത് ഓരോന്നും എന്താണെന്നുള്ളത്. മിസ്കൺസെപ്ഷൻ ബാരിയർ മീൻസ് മാനേജ്മെന്റ് ഡസ് നോട്ട് കറക്റ്റ്ലി അണ്ടർസ്റ്റാൻഡ് കസ്റ്റമർ എക്സ്പെക്ടേഷൻസ്. കറക്റ്റ് ആയിട്ട് അതിനെ കൺസെപ്റ്റിലോട്ട് കൊണ്ടുവരുന്നതിന് മാനേജ്മെന്റിന് പറ്റുന്ന പിഴവാണ് മിസ്കൺസെപ്ഷൻ ബാരിയർ. അതായത് കസ്റ്റമർ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ളത് മാനേജ്മെന്റിന് മനസ്സിലാക്കിയില്ല. അപ്പോൾ അവിടെ ഒരു മിസ്മാച്ച് വരുന്നില്ലേ? അത് കാരണം വരുന്ന ബാരിയർ ആണ് മിസ്കൺസെപ്ഷൻ ബാരിയർ. ദെൻ ഇനാഡിക്വേറ്റ് റിസോഴ്സസ് ബാരിയർ മീൻസ് ദ സർവീസ് പ്രൊവൈഡർ ഡസ് നോട്ട് അലോക്കേറ്റ് സഫീഷ്യന്റ് റിസോഴ്സസ് ലൈക്ക് മണി, മാൻ പവർ, ടെക്നോളജി, ഇൻഫ്രാസ്ട്രക്ചർ എക്സെട്ര ടു ഡെലിവർ ദ പ്രോമിസ്ഡ് ലെവൽ ഓഫ് സർവീസസ്. പ്രോമിസ് ചെയ്തിട്ടുള്ള അത്രയും സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള റിസോഴ്സസ് പ്രോപ്പർ ആയിട്ട് അലോക്കേറ്റ് ചെയ്യാത്തത് കാരണം വരുന്ന ബാരിയർ ആണ് ഇനാഡിക്വേറ്റ് റിസോഴ്സസ് ബാരിയർ. നെക്സ്റ്റ് ഇനാഡിക്വേറ്റ് ഡെലിവറി ബാരിയർ, ഫെയിലിയർ ഇൻ എക്സിക്യൂഷൻ ഈവൻ ഇഫ് റിസോഴ്സസ് ആർ ദയർ, പുവർ ട്രെയിനിങ്, നെഗ്ലിജൻസ്, ഇൻഎഫിഷ്യൻസി. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഫുഡിന്റെ കാര്യമില്ല, അതേപോലെ തന്നെ നമുക്ക് റിസോഴ്സസ് അവിടെ അവൈലബിൾ ആയിട്ടുണ്ട്, പക്ഷേ കറക്റ്റ് ആയിട്ട് അതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നില്ല. പുവർ ട്രെയിനിങ്ങോ നെഗ്ലിജൻസിയോ ഇൻഎഫിഷ്യൻസിയോ ഒക്കെ കാരണം പ്രോപ്പർ ആയിട്ട് അതിനെ ഡെലിവറി ചെയ്യുന്നില്ല. അതാണ് ആ ഒരു ഇനാഡിക്വേറ്റ് ഡെലിവറി ബാരിയർ. എക്സാജറേറ്റഡ് പ്രോമിസ് ബാരിയർ മീൻസ് diverting communication raises customer expectations unrealistically leading to disappointment. നമ്മൾ ഓവർ ആയിട്ട് കസ്റ്റമർ എക്സ്പെക്ടേഷനെ ഒക്കെ നമ്മൾ ഇതാണ് പ്രോമിസ് കൊടുക്കുകയാണ്, അതിനെ നമ്മൾ മീറ്റ് ചെയ്തോളാം. ഒന്നെങ്കിൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്ന പ്രശ്നങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ് ആണ് എവിടെ വരുന്നത്, അഡ്വർടൈസിംഗിൽ വരുന്ന മിസ്റ്റേക്സ് കൊണ്ട് വരുന്നതാണ് എക്സാജറേറ്റഡ് പ്രോമിസസ് ബാരിയർ. സോ ബാക്കി അപ്പോൾ ഇതുവഴി ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന വഴി നമ്മൾ ആ ഒരു ബാരിയർ എന്താണെന്നും എന്തൊക്കെ ബാരിയേഴ്സ് വരാൻ സാധ്യത ഉണ്ടെന്നും പഠിച്ചു. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. നമ്മൾ തിയറി പഠിക്കുന്ന സമയത്ത് ഈ ബാരിയേഴ്സ് ആയിരിക്കും നമ്മൾ പഠിച്ചിട്ടുള്ളത്, പക്ഷെ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഈ ഒരു രീതിയിലും ആയിരിക്കാം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ
സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു സോ മച്ച്. ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ പറഞ്ഞതിൽ ഏതെങ്കിലും കൺസെപ്റ്റിലോ എന്തെങ്കിലും കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് കമന്റ്, വി ക്യാൻ ടേക്ക് അപ്പ്. ഓക്കെ, സോ പാർട്ട് 3 ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.